السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بهداية الله أما بعد. ഏറ്റവും ബഹുമാനമുള്ള കൂട്ടുകാരെ, സ്നേഹനിധികളായ നാട്ടുകാരെ, പരിശുദ്ധ ഖുർആനിലെ ഖൽബുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ, ആ യാസീൻ ഓതി പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. മീസാനിൻ്റെ ഹസനാത്തിൻ്റെ തട്ടിൽ ഖനം തൂങ്ങുന്ന അമലായി അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുമ്പോൾ റിസ്ക് കൊണ്ടുവരുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ. കടം കൊണ്ട് വലഞ്ഞവരോട്, പ്രയാസമുള്ള ആളുകളോട്, ജോലിയില്ലാത്ത ആളുകളോടൊക്കെ ഉസ്താദുമാർ യാസീൻ ഓതാൻ പറയാറുണ്ട്. നമ്മൾ ഇതിൻ്റെ മഹത്വങ്ങൾ ധാരാളമായിട്ട് നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയമാണ് പരിശുദ്ധ ഈ സൂറത്തു യാസീൻ. അത് പാരായണം പലപ്പോഴും പല സദസ്സുകളിലും വളരെയധികം പ്രയാസം തോന്നാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചില എപ്പിസോഡുകളിലായി നമുക്കതൊന്ന് ഓതി അതിൻ്റെ പാരായണ നിയമങ്ങളൊക്കെ നമുക്ക് നോക്കാം. കൂടുതലായി ആമുഖമൊന്നും നീട്ടുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون. അത്ര മതി. ഇനി അതിലുള്ള നിയമങ്ങൾ, സാധാരണ വരുന്ന പിഴവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് യാസീൻ, യാ അത് അസുലിയായ മദ്ദാണ്. യാ എന്നത് അസുലിയായ മദ്, 2 ഹർക്കത്തിൻ്റെ കതിർ മാത്രമേ നീട്ടാവൂ. എന്നാൽ സീൻ എന്നത് ലാസിമായ മദ്ദാണ്, നീട്ടൽ നിർബന്ധമുള്ള മദ്ദാണ്. 6 ഹർക്കത്തിൻ്റെ കതിർ വരെ നീട്ടും. യാ കൂടുതൽ നീട്ടാൻ പാടില്ല, സീൻ കൂടുതലായിട്ട് നമ്മൾ നീട്ടും വേണം. എങ്ങനെ? യാസീൻ യാസീൻ യാസീൻ. യാ മദ് എന്ന് പറഞ്ഞാൽ ഹർക്കത്തിൻ്റെ ശബ്ദത്തെ നീട്ടുന്നതിനാണ് മദ് എന്ന് പറയുന്നത്. ഹർക്കത്തിൻ്റെ ശബ്ദത്തെ നീട്ടുന്നതിനാണ് മദ് എന്ന് പറയുന്നത്. അപ്പോൾ മദ് 2 തരത്തിലാണ്: അസുലിയായ മദ്, ഫറഇയായ മദ്. അസുലിയായ മദ് എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം നീട്ടുന്നതിനാണ് അസുലിയായ മദ് എന്ന് പറയുന്നത്. നമ്മൾ യാ എന്ന് പറയുമ്പോൾ അവിടെ അസുലിയായ മദ്ദാണ്. അത് 2 ഹർക്കത്തിൻ്റെ ഖദർ അല്ലെങ്കിൽ 1 അലിഫിൻ്റെ ഖദറാണ് നീട്ടേണ്ടത്. സീൻ എന്ന് പറയുമ്പോൾ ഫറഇയായ മദ്ദാണ്. ഫറഇയായ മദ് 5 വിധമുണ്ട്: മുത്തസിലായ മദ്, മുൻഫസിലായ മദ്,
ആരിളായ മദ്, ലാസിമായ മദ്, ലീനായ മദ്. ഇതിൽ ലാസിമായ മദ്ദാണ്. ലാസിം ഹർഫി മുഖഫഫായ മദ്ദാണിത്. അതിനെ നമ്മൾ 6 ഹർക്കത്തിൻ്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമുക്കിത് കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ ഇതിവിടെ ഇപ്പോൾ യാ എന്നത് അസുലിയായ മദ്ദാണ് എന്നും അത് 2 ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണമെന്നും സീൻ എന്നത് അത് ലാസിമായ മദ്ദാണ് എന്നും അത് 6 ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണമെന്നും നമ്മൾ മനസ്സിലാക്കുക. വൽ ഖുർആനിൽ ഹകീം. കൽക്കല വരാൻ പാടില്ല. റായിന് ഒരിക്കലും കൽക്കല വരാൻ പാടില്ല. വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ. ഇന്നക ഇവിടെ ഉന്നത്താണ്. ഉന്നത്ത് എന്ന് പറഞ്ഞാൽ ഒരു നൂനിനെ മറ്റൊരു നൂനിലേക്ക് ചേർത്തിട്ടാണുള്ളത്. അപ്പോൾ അവിടെ മണിക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ആ 2 നൂനിനെയും നമ്മൾ പരിഗണിക്കണം. ഉച്ചാരണത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഇന്നക്ക എന്ന് പറഞ്ഞാൽ ആ 2 നൂൻ ഉച്ചാരണത്തിൽ വരില്ല. അപ്പോൾ നമ്മുടെ യാസീനിൽ നിന്നൊരു നൂന് പോയി പോകും. അത് നമ്മുടെ യാസീൻ ശരിയാവില്ല. അപ്പോൾ ഇന്നക ലമിനൽ മുർസലീൻ. ആ കൽക്കല സൗണ്ട് വരാതെ നമ്മൾ നോക്കണം. അലാ സിറാത്തിൻ മുസ്തഖീം. ഐന് ഒരിക്കൽ ഒരിക്കലും പറയും. നാവിന്റെ ചെറുതായിട്ട് ഒന്ന് ഉയരണം. സിറാത്തിൽ നിന്നൊക്കെ ചില ആൾക്കാർ അങ്ങനെ ഓതിപ്പോവും. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇസ്തിഅലാന്റെ ഹർഫുകളാണ്. ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. ഇത് ഇസ്തിഅലാന്റെ ഹർഫുകളാണ്. നമ്മൾ അങ്ങനെ തന്നെ പറയാം. അതിന് വേണ്ട എല്ലാ പരിഗണനയും നമ്മൾ നൽകണം. അലാ സിറാത്തിൻ മുസ്തഖീം. തൻസീലൽ അസീസിർ റഹീം. തൻസീല സാക്കിനായ നൂനിന് ചില നിയമങ്ങളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട നിയമമാണ് എന്ത്? ഇഖ്ഫാ. 5 നിയമങ്ങളാണുള്ളത്. ഒന്ന് ഇൽഹാറാണ്, മറ്റൊന്ന് ഇദ്ഗാം ബിഗുന്നയാണ്, 2 മൂന്നാമത്തേത് ഇദ്ഗാം ബിലാ ഗുന്നയാണ്, ഇഖ്ലാബാണ്, ഇഖ്ഫാ ആണ്. അപ്പോൾ സാക്കിനായ നൂനിൻ്റെ ശേഷം സ്വിദ്ഖുൻ, തഷ്തുൻ, വജ്ഫുൻ, സലദുൻ, സഖ്സുൻ ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ ഇഖ്ഫാ ആണ്. മറച്ച് മണിക്കണം. തൻസീലൽ അസീസിർ റഹീം. അടുത്തത് തുന്തിറ എന്നാണ് പല ആൾക്കാരും ഒന്നുപോലെ. ഒരിക്കലും വരാ ദീറ. നാവിൻ്റെ തലപ്പ്, മുൻപല്ലിൻ്റെ തലപ്പ്. ലിതുന്ദിറ ഖൗമമ്മ എന്ന് പറഞ്ഞ് നമ്മൾ ഓതാൻ പാടില്ല. അവിടെ മുൻഫസിലായ മദ്ദാണ്. മാ ഉന്ദിറ. മുത്തസിലായ മദ് എന്ന് പറഞ്ഞാൽ ഹംസയും മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വന്നാൽ അത് മുത്തസിലായ മദ്ദാണ്. എന്നാൽ വ്യത്യസ്തമായ കലിമത്തിലാണ് വന്നത് എങ്കിൽ അത് മുൻഫസിലായ മദ്. മാ ഇവിടെ ഉണ്ടോ? മാ വേറെയാണ്, ഉന്ദിറ വേറെയാണ്. അപ്പോൾ ലിതുന്ദിറ ഖൗമൻ മാ ഉന്ദിറ
فهم غافلون ആബാഉഹും അവിടെ മുത്തസിലായ മദ് 7 ഹർക്കത്തിന്റെ ഖദർ നടത്തണം. മുത്തസിലായ മദ് അണ്ട ആബാ അംസയും അതുപോലെ തന്നെ മദ്ദക്ഷരവും ഒരേ കലിമത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നീട്ടൽ നിർബന്ധമാണ്. നമ്മൾ 7 ഹർക്കത്തിന്റെ ഖദർ നീട്ടണം. ആബാഉഹും ഫഹും ഗാഫിലൂൻ. ആഫിലൂൻ എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു പോകും. ആഫിലൂൻ ഒരിക്കലും പറയാൻ പാടില്ല. ഗാഫിലൂൻ. ലഖദ് ഹഖൽ ഖൗലു ഖ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കും. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ലഖദ് നാവാൻ പാടില്ല. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം. നേരത്തെ നമ്മൾ പറഞ്ഞ മുൻഫസിലായ മദ് വന്നിട്ടുണ്ട്. അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ഇൻഷാ അല്ലാഹ് ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓതിപ്പോകാം. എന്നിട്ട് നമുക്ക് എല്ലാവരും ഓതി തന്നെ നമുക്കത് ക്ലിയർ ആക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. تنزيل العزيز الرحيم. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إن شاء الله صدق الله العلي العظيم. إن شاء الله ഈ ഏഴായത്തെ എല്ലാവരും ആദ്യം നല്ലവണ്ണം ക്ലാസ് കേൾക്കണം. അതിനനുസരിച്ച് ആവർത്തിച്ച് ഓതണം. എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ഓതിത്തരണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖുർആൻ കൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നവർ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.